അയ്യങ്കാളിയെ കണ്ടിട്ട് എന്താ അദ്ദേഹം വിളിച്ചത്? പുലയ രാജ. വരിക വരിക സഹചരെ, സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് കേരള ഹിസ്റ്ററി നോക്കിയാലോ. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഹിസ്റ്ററിയിൽ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പോർച്ചുഗീസുകാരുടെ ഒരു ആഗമനം തൊട്ടുള്ള കാര്യങ്ങളാണ്, റിനൈസൻസും അതുകൂടാതെ കേരളത്തിലെ ഒരു കുറച്ച് ദേശീയ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ആ ഒരു സമരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ഏരിയാസിനെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് പാലിയം സത്യാഗ്രഹം, മേൽമുണ്ട് സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്ര പ്രവേശന വിളംബരം. ഏതായിരിക്കും അവിടെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത് എന്താണ്? 1936 നവംബർ 12 അല്ലെ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശനം വിളംബരം നടക്കുന്നത്. ഇത് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇയർ 1937 ജനുവരി 12 ഗാന്ധിജി കേരളത്തിൽ വരുന്നത് അല്ലെ. ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. ഇനി അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം പോലെ എന്നാണ്. അത് ഓർത്തു വെക്കണം. ഒരു തീർത്ഥാടനം പോലെ, തീർത്ഥാടനം പോലെ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്, ഈ യാത്രയെ. അതുകൂടാതെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ഒരു ആധികാരിക രേഖ എന്നും ഈ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന സമയത്താണ് ഗാന്ധിജി അവസാനമായിട്ട് 5 തവണ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം, അതിന്റെ ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടായിട്ട്. ഇനി ഈ സമയത്താണ് വെങ്ങാനൂരിൽ വെച്ചിട്ട് അയ്യങ്കാളിയെ കാണുന്നത്. അത് ഓർത്തു വെക്കണം. അയ്യങ്കാളിയെ കണ്ടിട്ട് എന്താ അദ്ദേഹം വിളിച്ചത്? പുലയ രാജ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ് ഇവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി then നെക്സ്റ്റ് നോക്കിക്കോളാം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഒന്നും നോക്കാനില്ല, വില്ലുവണ്ടി യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാവ്. അപ്പോൾ നമുക്ക് റിനൈസൻസിൽ അല്ലെങ്കിൽ കേരള റിനൈസൻസിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി യാത്ര വെങ്ങാനൂർ ടു തിരുവനന്തപുരം വരെ. ഇനി അതുകൂടാതെ അദ്ദേഹം നടത്തിയ കർഷക സമരം, അതുകൂടാതെ ഊരുട്ടമ്പലം ലഹള ഓർ 90-ാം ആണ്ട് ലഹള എന്ന് പറയും. ഇതെല്ലാം അവിടെ പഠിച്ചു പോകണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ അദ്ദേഹത്തിന് കേരള സ്പാർട്ടക്കസ് എന്ന് വിളിക്കുന്നു. അതുകൂടാതെ ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ അങ്ങനെ പല പേരുകളിൽ, കറുത്ത സൂര്യൻ, അങ്ങനെ പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ സമരങ്ങളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അവിടെ പഠിച്ചു വെച്ചോണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഇതും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആരാണ്? മന്നത്ത് പത്മനാഭൻ അല്ലെ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഇനി വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് വൈക്കത്തിലുള്ള ആ ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള 4 റോഡുകൾ അല്ലെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുക, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും സഞ്ചാരയോഗ്യമാക്കുക എന്നതിനെ ബേസ് ചെയ്ത് നടന്ന ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വരുന്നത് അല്ലെ. ഗാന്ധിജി കേരളത്തിൽ പങ്കെടുത്ത ഒരു ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. ഇതിവിടെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷവും ഇവിടെ ഓർത്തു വെക്കുക, ഡേയും മാസവും ഇവിടെ ഓർത്തു വെക്കണം. നടന്ന വർഷം 1924 മാർച്ച് 30 അല്ലെ. 30 ടു നെക്സ്റ്റ് ഇയർ 1925 നവംബർ 23. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. എവിടെ തൊട്ടാണ്? വൈക്കം ടു തിരുവനന്തപുരം അല്ലെ. വൈക്കം ടു തിരുവനന്തപുരം. വൈക്കം സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്ത് 10 ദിവസം നിരാഹാര സമരം നടത്തിയത് കെ കേളപ്പനാണ്. ഇനി അതുകൂടാതെ ഒരു ദേശീയ നേതാവുണ്ട്, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു അല്ലെ. വൈക്കം വീരൻ എന്നറിയപ്പെടുന്ന രാമസ്വാമി നായ്ക്കർ അല്ലെ.
രാമസ്വാമി നായ്ക്കർ. രാമസ്വാമി നായ്ക്കർ അദ്ദേഹം മധുരയിൽ നിന്ന് ഒരു ജാഥ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് അല്ലെ, വൈക്കത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിച്ചു. അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കൂടാതെ ഒരു ദേശീയ തലത്തിൽ അഘാലികൾ, പഞ്ചാബിൽ നിന്നുള്ള അഘാലികൾ, പഞ്ചാബിൽ നിന്നുള്ള അഘാലികൾ എവിടെ പങ്കെടുത്തിട്ടുണ്ട്? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാലം ജയിൽവാസം അനുഭവിച്ചത് KP കേശവമേനോനാണ്. ജയിൽവാസം അനുഭവിച്ചത് KP കേശവമേനോനാണ്. ഇനി അത് കൂടാതെ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ, ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധ നേടിയ ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിനെ പറ്റിയുള്ള ലേഖനങ്ങൾ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഒത്തിരി അധികം ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നോക്കിക്കോളാം. വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, പുന്നപ്ര വയലാർ സമരം. ഇത് വരിക സഹചരെ സഹന സമര സമയമായി. ഇത് നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമുക്ക് ഈ ഗാനം രചിച്ചത് ആരാന്ന് നമുക്കറിയാം. അംശി നാരായണപിള്ളയാണ് അല്ലെ. അംശി നാരായണപിള്ള. അതായത് നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹം എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അല്ലെ. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി നടത്തിയ, ഓൾ ഇന്ത്യയിൽ നടത്തിയ രണ്ടാമതായിട്ടുള്ള ഒരു മാസ് മൂവ്മെന്റ് ആണ്. ആദ്യത്തെ നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. രണ്ടാമത്തെയാണ് നിയമലംഘന പ്രസ്ഥാനം 1930. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. അതിലെ ഒരു ഗാനം അല്ലെങ്കിൽ അതിന്റെ ഒരു സമരഗാനമായിരുന്നു വരിക സഹചരെ സഹന സമര സമയമായി എന്നുള്ളത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. 1930 നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിയമം ലംഘിക്കുക എന്നതിന്റെ പേരിൽ ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചു അല്ലെ. അപ്പൊ അതിന്റെ ബാക്കി പത്രം എന്നോണം കേരളത്തിൽ നടന്ന ഒരു സമരത്തിന്റെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സമര ഗാനമാണ് വരിക സഹചരെ സഹന സമര സമയമായി എന്നുള്ളത്. ഇനി കേരളത്തിൽ മെയിൻ ആയിട്ട് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കേളപ്പന്റെ നേതൃത്വത്തിലാണ്. അത് ഓർത്ത് വെക്കുക. കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടക്കുന്നത്. ഈ പോയിന്റും അവിടെ ഓർത്തു വെച്ചോളണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ. ആരാണ്? അയ്യങ്കാളി അല്ലെ. ഊരൂട്ടമ്പലം ലഹള ഓർ 90-ാം ആണ്ട് ലഹള, പുലയ ലഹള എന്ന പേരിൽ ഒക്കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഈ ഊരൂട്ടമ്പലം ലഹള എന്ന് പറയുന്നത്? അതായത് ഒരു താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ഒരു കുട്ടിയെ, പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പഠിപ്പിക്കാനായിട്ട് ചേർക്കുകയും ഇതിനെ ബേസ് ചെയ്ത് ഉയർന്ന ജാതിക്കാര് ഈ സ്കൂള് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തൊരു സംഭവം. അതിനെ തുടർന്നുണ്ടായ ലഹള. ഇതിനെയാണ് നമ്മൾ ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള, പുലയ ലഹള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇതിന്റെ പ്രതിഷേധം നയിച്ചത് എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് പണി കഴിപ്പിച്ച ഒരു കോട്ട എന്ന് പറയുന്നത് ഇമ്മാനുവൽ കോട്ടയാണ്. ഇമ്മാനുവൽ കോട്ട ഓർ മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നു. ആയക്കോട്ട, പള്ളിപ്പുറം കോട്ട എന്നീ പേരുകളിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. 1503 ഇമ്മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 1503 ഇമ്മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരാണ്. ഇതൊന്നും ഓർത്ത് വെച്ചോളണം. നെക്സ്റ്റ് നോക്കിക്കോളാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? ഉദയംപേരൂർ സുനഹദോസ്, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, കുളച്ചൽ യുദ്ധം. ഡച്ചുകാർ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാനില്ല. ആരാണ്? കുളച്ചൽ അല്ലെ. കുളച്ചൽ യുദ്ധം. ആരുമായിട്ടാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇനി ഇതിന്റെ വർഷം ഓർത്ത് വയ്ക്കണം. 1741 അല്ലെ. 1741 1541 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അത് ഓർത്ത് വെക്കണം. ഇനി ആര് തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ക്യാപ്റ്റൻ ഡിനലോയെ തോൽപ്പിക്കുകയും
ഈ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിനലോയി ആണ് കേട്ടോ. പിന്നീട് അദ്ദേഹം ഈ ക്യാപ്റ്റൻ ഡിനലോയി അദ്ദേഹത്തിന്റെ അതായത് മാർത്താണ്ഡവർമ്മയെ സൈന്യത്തെ പരിശീലിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് ഓർത്തു വയ്ക്കുക. ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പൊ ഇവിടെ ഓർത്തു വയ്ക്കേണ്ട പ്രധാന കാര്യം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം അല്ലെ, ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക, അതിന്റെ വർഷം ഓർക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, നമുക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുന്നതിന് ഓരോ സംഭവങ്ങളും അതിന്റെ കാലഗണനയും. അപ്പൊ ഏതായിരിക്കാം? കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള, മലയാളി മെമ്മോറിയൽ. ഏതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ആദ്യം 1, ഫസ്റ്റ് 1 വരുന്നത് 1, ദെൻ സെക്കൻഡ് 1 വരുന്നത് മലയാളി മെമ്മോറിയൽ അല്ലെ, മലയാളി മെമ്മോറിയൽ. ദെൻ നെക്സ്റ്റ് തേർഡ് വരുന്നത് മാപ്പിള ലഹള അല്ലെ, മാപ്പിള ലഹള. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? വൈക്കം സത്യാഗ്രഹം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വർഷം ഇവിടെ പഠിക്കണം. നമുക്കറിയാം കുണ്ടറ വിളംബരം നടക്കുന്നത് 1809, വൈക്കം സത്യാഗ്രഹം 1924, മാപ്പിള ലഹള 1921, മലയാളി മെമ്മോറിയൽ 1891. അപ്പൊ ഇത്രയും വർഷങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. കുണ്ടറ വിളംബരം 1809, വൈക്കം സത്യാഗ്രഹം 1924, മാപ്പിള ലഹള 1921, മലയാളി മെമ്മോറിയൽ 1891. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഒരു ഇയർ അറിഞ്ഞാലാണ് ആ ഒരു കാലഗണനാ ക്രമത്തിൽ നമുക്കത് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റും ഇതുപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏത് എന്നാണ് ചോദിക്കുന്നത്. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, തൃപ്പടിദാനം. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ, ഓപ്ഷൻ സി. ആദ്യം വരുന്നത് ഏതാണ് ഇവിടെ? ആറ്റിങ്ങൽ കലാപം അല്ലെ, ആറ്റിങ്ങൽ കലാപം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? കുളച്ചൽ യുദ്ധം അല്ലെ, കുളച്ചൽ യുദ്ധം. ദെൻ നെക്സ്റ്റ് വരുന്നത് തൃപ്പടിദാനം. ഇനി ഇതിന്റെ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ നോക്കാം. കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ 1721, തൃപ്പടിദാനം 1750 അല്ലെ. ആറ്റിങ്ങൽ കലാപം ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെ, സംഘടിത കലാപം. അപ്പൊ ഓർത്ത് വെക്കുക, കുളച്ചൽ യുദ്ധം വരുന്നത് 1741, ആറ്റിങ്ങൽ കലാപം 1721, തൃപ്പടിദാനം വരുന്നത് 1750. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലുമാല സമരം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, നിഴൽ താങ്കൾ, വൈകുണ്ഠസ്വാമി, മൂക്കുത്തി സമരം, ദർശനമാല, ചട്ടമ്പി സ്വാമി. ഇതിനകത്ത് ഏതായിരിക്കാം കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തേത് മാത്രം അല്ലെ. അതായത് നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമി, നിഴൽ താങ്കൾ എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ? അതായത് കല്ലുമാല സമരം, അതുകൂടാതെ മൂക്കുത്തി സമരം, ദർശനമാല, ഇതൊക്കെ ആരുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫയർമാൻ അല്ലെ, ഫയർമാൻ ഡ്രൈവറിന്റെ പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ട്സ്, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങളവിടെ പഠിച്ചു തുടങ്ങുന്നത്. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള മോഡൽ എക്സാംസുകൾ അവൈലബിൾ ആണ്. വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സിലബസ് ബേസ് ചെയ്ത് ഒരു ടൈം ടേബിളിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക 8590202323. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.